നമസ്കാരം, ആയുർജിരിയിലേക്ക് സ്വാഗതം. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആയുർവേദ സൺസ്ക്രീനുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇത് ഓൺലൈനായിട്ടും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ക്രീമുകൾ പറയുന്നുണ്ട്. അതിന് പുറമെ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ആരൊക്കെ ഉപയോഗിക്കണം, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ, അതുപോലെ എപ്പോഴൊക്കെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ച എല്ലാ സംശയങ്ങളും കാണാറുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് മറുപടി തരാൻ ചിലപ്പോൾ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ ഒക്കെ തന്നെ ഉത്തരങ്ങളും കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്പർ 1 TACയുടെ ആയുർവേദിക് ഏലാദി സൺസ്ക്രീനാണ്. ഇത് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ഓക്കെ ആയിട്ടുള്ളതാണ്. എങ്കിലും ബെസ്റ്റായിട്ട് നമുക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി കാമ ആയുർവേദയുടെ സൺസ്ക്രീൻ ഉണ്ട്, അതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് തേർഡ് വണ്, ഈ സൺസ്ക്രീന് മാമാഅർത്തിൻ്റെയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും. എങ്കിലും ഇതിൽ 2 ടൈപ്പ് സൺസ്ക്രീൻ ഉണ്ട്. അത് ഒന്ന് നോർമൽ ടു ഡ്രൈ സ്കിന്നിനും അതുപോലെ ഓയിലി സ്കിന്നിനും. പക്ഷേ ഇത് ഏത് സ്കിന്നിനായാലും ഒരുപോലെ തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ റാസ്ബെറിയും ഒക്കെ ചേർന്നിട്ടുള്ള ഹൈഡ്രാ ജെല്ലാണ്. അതുപോലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് പറയുന്നത് അൾട്രാ ലൈറ്റിൻ്റെ മാമാഅർത്തിൻ്റെ തന്നെ ഇതിൽ മഞ്ഞളും അതുപോലെ ക്യാരറ്റ് സീഡിൻ്റെ ഓയിലും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പം എങ്കിലും ആ ജെൽ ബേസിലുള്ളത് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആയിട്ടുള്ളതാണ്. ഓയിലി സ്കിന്നുകാർക്കൊക്കെ ആ ജെൽ ബേസിൽ വരുന്ന കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. നെക്സ്റ്റ് വണ് ഖാദി നാച്ചുറൽ ആയുർവേദിക് ലോഷനാണ്. ഇത് ലോഷൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിനും ഒക്കെ നോർമൽ സ്കിന്നിനുമാണ് സ്യൂട്ട് ആയിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള SPF അതുപോലെ PA+ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിലും ഈ രണ്ടും അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇത് ഏത് ക്രീം വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ, നമുക്ക് മാച്ച് ആയിട്ടുള്ളത് ഏതാണോ, നമ്മൾ ഏത് കാലാവസ്ഥയിലുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നേരിട്ടുള്ള സൺലൈറ്റ് ഏൽക്കുന്നവരാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നെങ്കിലും ആരെയും മുഷിപ്പിക്കാത്ത രീതിയിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് സൺസ്ക്രീനിൻ്റെ പേര് പറഞ്ഞു തന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഇതെങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നൊക്കെ മുഴുവനായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഏത് ക്രീം നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന് അല്ലാണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് ക്രീമുകളൂടെ ഞാൻ പറയാം. UK ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള ബൂട്ട്സിൻ്റെ സോൾട്ടാൻ എന്നുള്ള ക്രീം, ഈ ഒരു സൺസ്ക്രീൻ, ഇത് ലോഷനാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സെറ്റാഫിൽ അല്ലെങ്കിൽ അവീനോ എന്നുള്ള ഈ ബ്രാൻഡുകളുടെയും തന്നെ വളരെ നല്ലതായിട്ട് കാണാറുണ്ട്. നെക്സ്റ്റ് ബെല്ലോ, ഈ ഒരു ബെല്ലോ എന്നുള്ള കമ്പനിയുടെ ഫോട്ടോ സ്റ്റേബിൾ, അതൊരു ജെൽ ബേസ്ഡ് ആണ്. അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കുന്നത് വളരെ സേഫ് ആയിരിക്കും. അതുപോലെ സോളാ സേഫിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ക്രീമും നമുക്ക് ഉപയോഗപ്പെടുത്താം. നെക്സ്റ്റ് നോർമൽ ടു ഡ്രൈ സ്കിന്നിൻ്റെ AP സോഫ്റ്റ് എന്നുള്ള ഒരു ക്രീം, അത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ജെൽ ബേസ്ഡിൽ തന്നെ ഓയിലി സ്കിന്നുകാർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ആക്നെ UV എന്നുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ഫാർമസി സൺസ്ക്രീനുകളാണ്. പരിചയപ്പെടുത്താൻ ഞാൻ എല്ലാ ക്രീമുകളുടെയും തന്നെ ഫോട്ടോസ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ആർക്കൊക്കെ ഏതൊക്കെ സെലക്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിന് മുൻപ് എപ്പോഴും വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്, സൺസ്ക്രീൻ ലോഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മുഖത്ത് വല്ലാണ്ട് ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മുഖം പെട്ടെന്ന് ഡാർക്കായി പോകുന്നു, ഗ്രീസി ആയിട്ട് വരുന്നു എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ, ഈ 2 രീതിയിലുള്ള സൺസ്ക്രീനുകളുണ്ട്. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഫിസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ക്രീമുകൾ നമ്മൾ മുതിർന്നവരിടുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ വൈറ്റ് കാസ്റ്റ് ആയിട്ടുള്ള ചില ക്രീമുകളുണ്ട്, അത് ഉപയോഗിക്കുന്ന സമയത്തൊക്കെയാണ് കുറച്ചധികം സമയം കഴിയുമ്പോൾ അത് വല്ലാണ്ട് നമുക്ക് ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യുന്നതും നമ്മുടെ മുഖം കറുത്ത് പോയതുപോലെയോ അല്ലെങ്കിൽ ആ ഷെയ്ഡ് മാറി മറിയുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം അത്തരം ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇനി ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സംശയം വരാം.
അത് 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു 5-6 വയസ്സ് വരെയൊക്കെ തന്നെ ഈ ഒരു ഫിസിക്കൽ ക്രീം ആണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. കെമിക്കൽ ക്രീമുകളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തതാണ് നല്ലത്. പക്ഷേ ഇനിയിപ്പം സൺസ്ക്രീൻ ഉപയോഗിക്കണം നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നമുക്കെപ്പോഴും സ്കിന്നിലെ UV റേസ്, അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ അത് പെട്ടെന്ന് ബാധിക്കും. ചിലർക്ക് പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ കരുവാളിപ്പ് വരും. അതും അല്ലെങ്കിൽ ചിലർക്ക് ചില സ്കിൻ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസും അല്ലെങ്കിൽ സ്കിൻ അലർജീസ്, UV റേസിൽ നിന്നുള്ള അത്ര ഹാഷായിട്ടുള്ള ആ ഒരു റേസ് തട്ടുമ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്കിന്നിന് അത്രത്തോളം ദോഷമാണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ഇതൊക്കെ പറയുമെങ്കിലും ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടില്ല സൺസ്ക്രീന്. പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ഇതുപോലെ ഏത് പറഞ്ഞു തരണം എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, റിവേല ടിൻറ്റ് സൺസ്ക്രീൻ. ഇത് ലോഷൻ ടൈപ്പാണ്. അത് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓയിലി സ്കിന്നുകാർ ഉപയോഗിച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഓയിലി ആയിട്ടുള്ളത് പോലെ തോന്നും. അപ്പം ഇത് ഓക്കെയാണ്, നമുക്ക് സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടുന്നത്. നല്ല ലൈറ്റിലേക്ക് അല്ലെങ്കിൽ UV റേസിലേക്ക് പോകുന്ന സമയത്തോ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ അപ്ലൈ ചെയ്താലും അല്പം ഗ്രീസി ആയിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പം ഇതുപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുക എങ്ങനെയാണ്, SPF മാത്രം നോക്കിയിട്ടാണല്ലേ. SPF ഒരു 15 മുതൽ ഒരു 30 വരെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു 50 വരെ മാക്സിമം പോവാം. പക്ഷേ 80-100 വരെയൊക്കെ ഉള്ളതുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ താമസിക്കുന്നവർക്കില്ല. അപ്പം ചെയ്യേണ്ടത് ഒരു 30 വരെ ഉള്ള SPF നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതിയായിരിക്കും. UVA റേസും UVB റേസും ഉണ്ട്. ഇതിൽ UVA റേസ് ആണ് എപ്പോഴും നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ വീഴ്ത്തുന്നതും അതുപോലെ സ്കിന്നിൽ സാഗ് ചെയ്യുന്നത്, തൂങ്ങിക്കിടക്കുന്നത് പോലെ സ്കിന്നിൻ്റെ ഒരു ടൈറ്റ്നസ് കുറയ്ക്കുന്നതും പുറമേയുള്ള അത്തരം പ്രശ്നങ്ങളൊക്കെ തരുന്നത് ഈ ഒരു UVA റേസ് ആണ്. അപ്പോൾ നിങ്ങൾ PA+ ഉള്ളത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇനി എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഫേസിൽ മാത്രമല്ല, നെക്കിലും അതുപോലെ കൈയിലും ഒക്കെ നമ്മുടെ ശരീരഭാഗങ്ങൾ പുറമെ കാണുന്ന രീതിയിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനും ഒക്കെ തന്നെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ലോഷൻ ടൈപ്പ് വരുന്ന ക്രീമുകളെല്ലാം തന്നെ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുന്നതും ഓയിലി സ്കിന്നുകാർക്ക് ജെൽ ബേസിൽ വരുന്നതും പിന്നെ നോർമൽ സ്കിന്നുകാർക്ക് ക്രീം ബേസിൽ വരുന്നതുമായിട്ടാണ് ഉപയോഗിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. ഈ ഒരു ക്രീമിലൊക്കെ നമ്മൾ 8 hours ശേഷം എന്നുള്ളതൊക്കെ പറയുമെങ്കിലും ഒരു 5 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നന്നായിട്ട് മുഖം വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി ഇത് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ആദ്യം മനസ്സിലാക്കണം. ഇത്ര അളവിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ. അതിനൊരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് ആണ് നമ്മൾ പറയുന്നത്. എടുക്കേണ്ടത് നമ്മുടെ ചൂണ്ടുവിരലാണ്. ഈ ഇൻഡെക്സ് ഫിംഗറിൽ ഈ അറ്റം മുതൽ ഈ ഒരു വര വരെയാണ് എടുക്കേണ്ടത്. അതൊരു 1/2 ടീസ്പൂൺ എന്നുള്ള അളവിലാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞതാണ്. അതിലൊരു ഈ ഫിംഗർ ടിപ്പ് മുതൽ ഇവിടം വരെയുള്ള ആ ഒരു പോർഷൻ ഒരു വിരലിലുള്ളത് മുഖത്ത് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കഴുത്തിലായിട്ട് അപ്ലൈ ചെയ്യാനും പിന്നെ കൈകളിൽ ഒരു 1/2 ടീസ്പൂണ് കൈകളിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും എടുക്കാം. ഇനി അപ്ലൈ ചെയ്യുമ്പോഴായാലും അത് നിങ്ങൾ മുഖത്ത് ചെറിയ ഡോട്ടുകളായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിലൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് അതിനുശേഷം അത് മൈൽഡായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യാനേ പാടുള്ളൂ. അതായത് മുഖത്ത് റബ്ബ് ചെയ്യുക, ഉരയ്ക്കുകയൊന്നും ചെയ്യരുത്. ഈ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്തിടാം. 30 മിനിറ്റിന് മുൻപേ എങ്കിലും, പുറത്തേക്ക് ഇറങ്ങുന്നതിന് 30 മിനിറ്റ് മുൻപേ എങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റോ 15 മിനിറ്റോ മുൻപേ എങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്തിരിക്കണം. നല്ല ലൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്യൂബ് ലൈറ്റിനെയൊക്കെ കീഴേ ഇരുന്നിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എപ്പോഴും ഫോണ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലോ അതിൽ നിന്നുള്ള ലൈറ്റ് വരെ നിങ്ങളുടെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു SPF 30 അല്ലെങ്കിൽ 15 വരുന്നതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാം വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പോലും. പുറമേക്ക് ഇറങ്ങുന്നവർക്കും നമ്മുടെ അത്രയും കാലാവസ്ഥ അത്രയും മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ SPF 50
കുറിച്ചിട്ടൊക്കെ തന്നെ ചിന്തിക്കേണ്ടതുള്ളൂ. ഇത്തരം സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്, ആർക്കൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മുഖത്തുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ, ചുളിവുകൾ വരാതിരിക്കാനും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിൽ ഒരുപാട് UV റേഡിയേഷൻ കൊണ്ടുള്ള കാരണം കൊണ്ട് തന്നെ പിമ്പിൾസ് അമിതമായിട്ട് വരുന്നവരുണ്ടാവും, അത് കുറയ്ക്കാനും, സ്കിന്നിലെ അൺഈവൻ സ്കിൻ ടോൺ ആയിട്ട് നിൽക്കുന്നവർക്ക് അത് കുറയ്ക്കാനും, ഷെയ്ഡ് കറക്റ്റായിട്ട് വെക്കാനും ഒക്കെ സഹായിക്കുന്നത് ഇതുപോലുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിലും തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ എല്ലാം ഒന്ന് നോക്കി അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുക. ഒരാൾക്ക് മാച്ചായി എന്നുള്ള ചിലപ്പോൾ നമുക്ക് മാച്ച് ആവണമെന്നില്ല, കാരണം നമ്മുടെ സിറ്റുവേഷൻ ചിലപ്പം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് തിരഞ്ഞെടുക്കും. അത് നിങ്ങൾക്ക് സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം ഞാൻ പറഞ്ഞത് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഇതിലും നല്ല ഒത്തിരി ബ്രാൻഡുകളുണ്ട്, ഒത്തിരി നല്ല സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും, ഇതിലും കൂടുതൽ അറിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ഇത് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതും ഓക്കെ എന്ന് തോന്നിയിട്ടുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി ഇടാം, ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.